നല്ല ക്രിസ്പി ആയിട്ടുള്ള അരിമുറുക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അരിമുറുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ മിക്സിംഗ് ബൗളിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ മിക്സ് ചെയ്യാം. അതിനായിട്ട് എടുത്തേക്കുന്നത് അരിപ്പൊടി, ഫൈനായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ്. അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു കപ്പ് എന്ന് പറയുമ്പം മെഷർ ചെയ്തെടുക്കുവാണെങ്കിൽ 150 ഗ്രാംസ് ഉണ്ടാവും. ഇതിലേക്ക് അരക്കപ്പ് കടലമാവ് വേണം. കടലമാവ് 60 ഗ്രാമാണ് വരിക, 60 ഗ്രാംസ്. കടലമാവ് ഒന്ന് തള്ളിയെടുക്കണം, കട്ടകളുണ്ടാകുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കിതിനകത്തേക്ക് ബട്ടർ ചേർക്കണം. നമ്മൾ ബട്ടർ ചേർക്കുന്നത് മെയിനായിട്ട് ഒത്തിരി ഹാർഡ് ആവാണ്ടിരിക്കാനും കൂടിയാണ്. നമ്മൾ ചില മുറുക്കൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വരാതെ ക്രിസ്പായിരിക്കും, പക്ഷേ ഒരു നല്ല ടെക്സ്ചറായിരിക്കും. 2 ടീസ്പൂൺ ബട്ടർ. ബട്ടറിന് പകരം എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ ഏത് എണ്ണയിലാണോ ഫ്രൈ ചെയ്യുന്നത് ആ എണ്ണ വേണമെങ്കിലും 2 ടീസ്പൂൺ ചേർക്കാം. ബട്ടർ നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ കട്ടകളില്ലാണ്ട് ബട്ടറിനകത്തേക്ക് വെണ്ണയിനകത്തേക്ക് നന്നായിട്ട് റബ്ബ് ചെയ്ത് ചേർക്കുക. ഇതിലേക്ക് ഉപ്പ് ഒരു അര ടീസ്പൂണിൽ പൊടിക്ക് താഴെ എടുത്തേക്കുന്ന അര ടീസ്പൂൺ ഉപ്പ്, അര ടീസ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ അയമോദകം അജ്വൈൻ, അര ടീസ്പൂൺ തന്നെ കായം പൊടിയും കൂടെ ചേർക്കുക. നമ്മൾ ഉപയോഗിച്ചേക്കുന്ന എല്ലാം സ്റ്റാൻഡേർഡ് മെഷറിംഗ് കപ്പാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മുക്കാൽ കപ്പ് വെള്ളമാണ് ഈ കപ്പിൽ എടുത്ത് വെച്ചത്. അതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഫുൾ ഉപയോഗിച്ചു, ശകലം വെള്ളം ബാക്കിയാണ്. നമ്മൾ കുഴയ്ക്കുമ്പോൾ നമ്മൾ നല്ലൊരു ഡോ കിട്ടുന്ന വരും, സ്മൂത്തായിട്ടുള്ളൊരു ഡോ കിട്ടുന്ന വരുമെന്ന് കഴിക്കുക. നന്നായിട്ട് നീഡ് ചെയ്യുക. ഒത്തിരി ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ എപ്പോഴും കുറച്ച് വെള്ളം ചേർക്കാം. ഒത്തിരി ഡ്രൈ ആണെങ്കിൽ നമ്മൾ മുറുക്കുണ്ടാക്കുമ്പോൾ വിട്ട് വരും. അപ്പോൾ ഇവിടെ ഡോ റെഡിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടി. ഇനി നമുക്കിത് മുറുക്കാക്കി എടുക്കണം. മുറുക്കിൻ്റെ ഷേപ്പ് കൊടുക്കണം. ഞാൻ ആ മുക്കാൽ കപ്പ് വെള്ളം ഫുൾ ഉപയോഗിച്ചു. കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ വന്ന 2 ടീസ്പൂൺ വെള്ളമോളം ഉണ്ടായിരുന്നു, അതുകൂടെ ഒഴിച്ചിട്ടുണ്ട്. മൊത്തം മുക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. നമുക്ക് മുറുക്കുണ്ടാക്കാനായിട്ട് ഞാൻ ഇതേപോലത്തെ അച്ച യൂസ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് എണ്ണ തൂത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിൽ ഇച്ചിരി തൂത്തിട്ടുണ്ട്. മുറുക്കുണ്ടാക്കാനായിട്ട് ഇതേപോലെ വാഴയിലേക്കാണ്. അതിന് പകരം നിങ്ങൾക്ക് സ്റ്റീൽ പ്ലേറ്റിൽ ഇച്ചിരി എണ്ണ തൂത്തിട്ട് അതിൽ വേണമെങ്കിലും നമുക്ക് പ്രസ് ചെയ്തിടാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചേക്കുകയാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഡോ വെച്ചിട്ടും ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ ഇത്രേ കാണിക്കുന്നുള്ളൂ. ഇതേപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത ശേഷം നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. വെളിച്ചെണ്ണ ചൂടാക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഹീറ്റ് ചെയ്യുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഹീറ്റിലിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അകത്തോട്ട് വേവാണ്ട് വരും. എണ്ണ നന്നായിട്ട് ചൂടായി. ഞാൻ ഫ്ലെയിം മീഡിയത്തിലേക്ക് ഇട്ടേക്കാണ്. ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യുന്ന ചട്ടിയുടെ വിസ്താരം അനുസരിച്ചിട്ട്
അതിനകത്തേക്ക് ഇത് ഇടുക. അതിനകത്ത് എത്ര കൊള്ളുമോ അത് കണക്കാക്കിയില്ല. ഞാനൊരു 3-4 മുറുക്കേ ഇടുന്നുള്ളൂ. ഇച്ചിരി വലിയ മുറുക്ക നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 മുറുക്കേ ഇടുന്നു. നമ്മൾ മീഡിയം ഹീറ്റിലാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ എടുക്കും. ഇരുന്നൊരു കുക്കിംഗ് ഉണ്ട്, അത് കണക്കാക്കി എടുക്കും. എപ്പോഴും നിങ്ങൾ എടുക്കുമ്പോൾ എങ്ങാനും നമ്മൾ ഫുൾ കൂളായി കഴിയുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ക്രിസ്പ് അല്ലാന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പ്രോബ്ലം ഇല്ല, അങ്ങനെ ചെയ്യാം. ഞാനും വേവാതെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള മുറുക്കെല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അരിമുറുക്കെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ്, എന്നാൽ അതിൻ്റെ ടെക്സ്ചർ വളരെ നല്ലതാണ്. ഭയങ്കര ഹാർഡായിട്ടുള്ള മുറുക്കല്ല, നല്ല ഈസി ആയിട്ട് ബ്രേക്ക് ആകുന്ന ടൈപ്പ് മുറുക്കാണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ആഴ്ചകളോളം കേടുകൂടാണ്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ക്രിസ്പായിട്ട് തന്നെ ഇരിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.